അതേസമയം യദുവിന്റെ മോശം പെരുമാറ്റത്തെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ റോഷനയ്ക്ക് പിന്തുണയുമായി മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. റോഷനയോട് മന്ത്രി ഫോണിൽ സംസാരിച്ചു. ഇപ്പോൾ റോഷന കൈരളി ന്യൂസിനൊപ്പം ചേരുന്നു. റോഷന, വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു മോശം അനുഭവമാണ് തുറന്നു പറഞ്ഞതെങ്കിൽ പോലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ മന്ത്രി നേരിട്ട് വിളിച്ച് പിന്തുണ അറിയിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ അതിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ എനിക്കതില് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ റോഷന, കൂടുതൽ വെളിപ്പെടുത്തൽ, അതായത് യദുവിന്റെ ഭാഗത്തുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങളുടെ എഡിറ്റോറിയൽ ചർച്ചയായ ന്യൂസ് ആൻഡ് വ്യൂസിലും വലിയ റോഷന സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇതിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. റോഷനയുടേത് കള്ളപ്പരാതിയാണ് എന്ന തരത്തിലുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. ഇന്ന് കൈരളി ന്യൂസ് തന്നെ പുറത്തുവിട്ടിരുന്നു. റോഷന പുറത്തുവിട്ട ആ KSRTC ബസ്സിന്റെ ചിത്രം, ആ KSRTC ബസ്സിന് നമ്പറുള്ള KSRTC ബസ് ഓടിച്ചത് യദു തന്നെയാണ്. KSRTCയുടെ ഷെഡ്യൂൾ പ്രകാരം ഉള്ള തെളിവുകൾ പുറത്തുവിട്ടായിരുന്നു കൈരളി ന്യൂസ് ആ വാർത്ത പുറത്തുവിട്ടത്. ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്ന് മന്ത്രി തന്നെ നേരിട്ട് റോഷനയെ വിളിച്ച് പിന്തുണ അറിയിച്ചിരിക്കുകയാണ്. ഏത് രീതിയിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്? കാരണം നിസ്സാരമായ ഒരു സംഭവമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമാണ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കാര്യം. കാരണം അദ്ദേഹത്തിന് അത് മനസ്സിലായി, ഇതൊരു ഫേക്ക് കേസ് അല്ല എന്നുള്ളത്. അതാണ് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം. അതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒരിക്കലും ഇത്രയും ആളി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക്, അതായത് മേയറുടെയും ഈ പറഞ്ഞ ഡ്രൈവറുടെയും ഒരു വിഷയത്തിലേക്ക് ഒരു സ്ത്രീ എടുത്ത് ചാടുമെന്ന് ഒരിക്കലും തോന്നുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായത്. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് തോന്നി, ശരിയാണ്. അതായത് അദ്ദേഹം അതിനെ ഒരു പോസിറ്റീവ് രീതിയിലാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതുമാത്രമല്ല, അദ്ദേഹം തുടർ നടപടികൾ എടുക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ അതിന്റെ കണ്ടക്ടറെയും ചോദ്യം ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അന്നേ ദിവസം ജോലിയിലുണ്ടായിരുന്ന MVD ആരെന്ന് പരിശോധിക്കുകയും അതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവരുമായിട്ട് മൊഴിയെടുത്ത് ബാക്കി തീരുമാനങ്ങളിലേക്ക് വരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ അദ്ദേഹം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ ന്യൂസുകളും കാണുന്നുണ്ടായിരുന്നുവെന്നും അതില് പെട്ടെന്നൊരു സ്ത്രീ, ഒരാവശ്യവും ഇല്ലാതെ ഒരു സ്ത്രീ എന്ന് തന്നെ അദ്ദേഹം വ്യക്തമാക്കി പറയുകയുണ്ടായി. ഇങ്ങനെ ആളിക്കത്തിയ ഒരു കേസിലേക്ക് വീണ്ടും എന്താ പറയാ, വീണ്ടും അതിന് പാത്രമാകാൻ ഒരു സ്ത്രീ വരുമെന്ന് ഒരിക്കലും അദ്ദേഹം ഇതാക്കുന്നില്ല. അപ്പൊ ഇതൊരു ജെനുവിൻ കേസാണെന്ന് അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സംസാരത്തിൽ നിന്ന്. ശരി റോഷന, വളരെ നന്ദി ഈ ഒരു സമയം ഞങ്ങളോട് പ്രതികരിച്ചതിന്. റോഷന തന്നെ നേരത്തെ പറഞ്ഞു വെച്ച ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, ആണായാലും പെണ്ണായാലും ഒരു മോശം അനുഭവം തുറന്നു പറഞ്ഞ് പുറത്തു വരുമ്പോൾ അതിനൊരു പിന്തുണ ആരുടെ ഭാഗത്തു നിന്നും ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിലുണ്ടായ ഒരു നിരാശയെക്കുറിച്ച് നേരത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ചയിൽ റോഷന തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ റോഷനയ്ക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നു. റോഷനയെ ഫോണിൽ വിളിച്ചാണ് മന്ത്രി പിന്തുണ അറിയിച്ചിരിക്കുന്നത്. റോഷനയ്ക്ക് നീതി ലഭ്യമാക്കുമെന്നും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തുടർ നടപടികളുമായി അന്വേഷിച്ച് മുന്നോട്ടു പോകുമെന്ന ഉറപ്പും റോഷനയ്ക്ക് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നൽകുകയുണ്ടായി.